ഹായ് ഹലോ, ഒരുപാട് ദിവസമായി കുക്കിംഗ് വീഡിയോ. ഈ വർഷത്തെ ആദ്യത്തെ കുക്കിംഗ് വീഡിയോ. കുക്കിംഗ് എന്ന് പറയാം. വേദയാണ് എനിക്ക് ക്യാമറ എടുത്തിരുന്നത് കേട്ടോ. ബാക്ക് സൈഡിൽ വേദ നിൽക്കുകയാണ്. വേദയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള വെജിറ്റബിൾസിൽ ഭയങ്കര ഇഷ്ടമാണ് ബ്രൊക്കോളി സാലഡ്. ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്ന ബ്രൊക്കോളി സാലഡ് ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ചുകൂടി വെറൈറ്റി ആയിട്ട് ബട്ടർ ഗാർലിക് ബ്രൊക്കോളി സാലഡാണ് ഉണ്ടാക്കുന്നത്. വേദ അവിടെ നിന്ന് കണ്ണ് തുറപ്പിക്കുക കേട്ടോ. വേദയ്ക്ക് ഞാൻ സ്റ്റീം ചെയ്താണ് സാധാരണ കൊടുക്കുന്നത്. ഇന്നൊരു ചേഞ്ചിന് ബട്ടർ ഇട്ടാൽ നല്ലതായിരിക്കും കേട്ടോ, സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. സീരിയസ്ലി എന്നെ നോക്കി പേടിപ്പിക്കുന്ന അല്ല, എനിക്ക് തോന്നുന്നു അത് നല്ല ജിഞ്ചർ ബ്രെഡ് അല്ല, ഗാർലിക്. വെളുത്തുള്ളിയുടെ ഇംഗ്ലീഷ് എന്താണ്? ഗാർലിക് ബ്രെഡ് അല്ല, ഗാർലിക് ബ്രൊക്കോളി, ബട്ടർ ഗാർലിക് ബ്രൊക്കോളി സാലഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബ്രൊക്കോളി നല്ല ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു വെജിറ്റബിളാണ് ബ്രൊക്കോളി. നമുക്ക് റോ ആയിട്ടും കഴിക്കാം, അല്ല കുക്ക്ഡ് ആയിട്ടും കഴിക്കാം, വേവിച്ചും കഴിക്കാം, അല്ലാതെയും കഴിക്കാം. സ്റ്റീം ചെയ്ത് കഴിക്കുന്നത് കുറച്ചുകൂടെ ഹെൽത്തിയാണ്. ഇതിപ്പോൾ ബട്ടറോട് ചേർത്ത് കുറച്ച് ടേസ്റ്റി എമ്മി ആയിട്ട് ഞാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം. ഞാൻ എടുത്തിട്ടുള്ള വെജിറ്റബിൾസ്, ബ്രൊക്കോളി, പിന്നെ സവോള, പിന്നെ സ്വീറ്റ് കോൺ, കോളിഫ്ലവർ, ക്യാരറ്റ്, പിന്നെ വെളുത്തുള്ളി, പിന്നെ ബട്ടറും വേണം കേട്ടോ. ബട്ടറും വേണം. ഞാൻ അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ വേണമെങ്കിൽ നമുക്ക് ക്യാപ്സിക്കം ഇടാം കേട്ടോ. ഗ്രീൻ, യെല്ലോ, റെഡ് എല്ലാം കൂടി ഇടുകയാണെങ്കിൽ ഭയങ്കര കളർഫുൾ ആയിരിക്കും. ഇപ്പം എൻ്റെ കയ്യിൽ ഇതൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. വേദയ്ക്ക് ഇതിൻ്റെ കൂടെ ബ്രെഡും ഹമൂസും ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം സംഭവം അത് ഇരിപ്പുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് തുടങ്ങി എനിക്ക് ബ്രൊക്കോളി സലാഡ് ഉണ്ടാക്കി തുടങ്ങി ബഹളം തുടങ്ങി. പക്ഷേ ഞാനങ്ങ് മടിച്ചിരുന്നു. അപ്പോൾ വേദയ്ക്ക് ചിക്കനൊക്കെ വേണ്ടി, പക്ഷേ ഇത് കഴിക്കുന്നത് നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇന്നിപ്പം വേദയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാം. കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. നല്ല കുട്ടികൾക്കെല്ലാം ഭയങ്കര ഹെൽത്തി ആയിട്ടിരിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്നൊരു സംഭവം കേട്ടോ. നമ്മൾ ഹഡിൽസ് കഫേയിൽ പോവും, അവിടെ ഇങ്ങനത്തെ സാലഡൊക്കെ കിട്ടും. അതൊക്കെ വേദയ്ക്ക് ഇഷ്ടമാട്ടോ. എൻ്റെ കൂടെ ഒരു പീസ് ചിക്കനൂടെ കാണും. അപ്പോൾ പിന്നെ വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിരിക്കുകയാണ്. വേദ ഒന്നും മുഖം കാണിക്കാൻ വഴിയില്ലല്ലോ, ഞാൻ കാണിക്കാതെ. അപ്പോൾ ഞാൻ ഗ്യാസ് കത്തിക്കാം കേട്ടോ. ഈ പാത്രമാണ് വച്ചിരിക്കുന്നത് ഒരു ചേഞ്ചിന് വേണ്ടി. നാളെ ആലോചിച്ച് ചേച്ചിക്ക് വേറെ പാത്രമൊന്നുമില്ലെന്ന് ചോദിച്ച്, അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇതെടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ബ്രൊക്കോളി സലാഡിനെ പറ്റി 2 വാക്ക് പറയൂ വേദ. എനിക്ക് ബ്രൊക്കോളിയും ക്യാരറ്റും ബ്രെഡും ഹമൂസും കൂടെ വെച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ സ്പ്രൈറ്റ് എനിക്ക് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ആർക്കാന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക്. ഓക്കെ. അപ്പോൾ വേദയെ കണ്ടല്ലോ. വേദയെ കാണാത്തവരുടെ കണ്ടില്ലെങ്കിൽ വിഷമം വരുന്നവർക്ക് വിഷമമുഖം അറിയില്ല. വേദയെ കാണിച്ചില്ല. ഇനി വേദ എനിക്ക് എടുത്തിട്ട് അല്ലെങ്കിൽ പറ്റില്ല കേട്ടോ. വേദയെ കൊണ്ട് ഇത് ചെയ്യാനും പറ്റത്തില്ല. ഞാനിന്ന് കുപ്പി വെള്ളയൊക്കെയിട്ടാണ് വന്നത്. ഞാനിന്ന് അടിച്ചു വാരിയപ്പോൾ വീടൊക്കെ ഒന്ന് പൊടിയടിച്ചപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇരിക്കണം കണ്ടു. ഇത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട് ശബ്ദം അല്ലേ. അപ്പോൾ അത് ഒരു ഭംഗിക്ക് വേണ്ടി, രസത്തിന് വേണ്ടി ഇട്ടതാണ് കേട്ടോ. എന്നെ നീ കറക്റ്റ് എടുക്കുന്നേ, പിന്നീട് നോക്കാം. പണ്ടത്തെ ആൾക്കാരിടും പോലെ. മൈക്ക് ചാർജ് ഉണ്ടെന്ന് കരുതി നോക്കിയപ്പോൾ ചാർജില്ല. പിന്നെ ഈ മൈക്കാണ് എടുത്തത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടൊക്കെ വേണമെങ്കിൽ സ്റ്റീം ചെയ്തെടുക്കുക ഇതെല്ലാം. വേറെ പരിപാടിയൊന്നുമില്ല. ഗാർലിക്കൊന്നും ഞാൻ അതിലിടില്ല. സ്റ്റീം ചെയ്ത് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും സ്പ്രെഡ് ചെയ്യുമ്പോൾ സംഭവം സാലഡ് റെഡി ആട്ടോ. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ഈ വെജിറ്റബിൾസ് ഒന്നും ഓവർ കുക്ക്ഡ് ആവരുത്. ആ ക്രിസ്പിനെസ് എപ്പോഴും ഉണ്ടാവണം കേട്ടോ. ഇത് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ്. സ്റ്റീം ചെയ്താലും നല്ല ബ്രൊക്കോളിയൊക്കെ നമുക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒന്ന് മെൽറ്റ് ആവട്ടെ. അപ്പുറത്ത് ദിയയും ഗൗതവും ഒക്കെ വന്നു. പിള്ളേർ ബഹളം വയ്ക്കുന്നു. കേൾക്കുന്നുണ്ടോ? ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടോ? അവർ വീട്ടിൽ കിടന്നല്ലേ അവർ ബഹളം വയ്ക്കുന്നത്. എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇന്ന് നമ്മുടെ രാത്രി ഡിന്നർ ഇതാണ് കേട്ടോ. സാലഡും ബ്രെഡും ഒക്കെയാണ്. അച്ഛനും ഇത് തന്നെ ഹെൽത്തി ആയിട്ടുള്ള സാധനമല്ല. അച്ഛന് മുട്ടയൊക്കെ വേണമെങ്കിൽ ഓംലെറ്റോ പുഴുങ്ങിയൊക്കെ കൊടുക്കാം. ബ്രെഡുണ്ട്, ഇന്നലത്തെ ബീഫുണ്ട്. മെൽറ്റ്. ഇനി നമുക്ക് നമ്മുടെ ഗാർലിക്. അപ്പോൾ ഇതിൻ്റെ പേര് തന്നെ ബട്ടർ ഗാർലിക് ബ്രൊക്കോളി സാലഡാണ്. ബട്ടർ ഇതായിട്ടുണ്ട്. ഗാർലിക് നമ്മൾ ഈ പൊട്ടിയെന്നിരിക്കില്ല. ഈ ഗാർലിക്കും ബട്ടറും കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. അതൊരു വേറൊരു ഫ്ലേവറും വേറൊരു ടേസ്റ്റുമാണ്. പാസ്തയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിടുമ്പോൾ ഒരു ഫ്ലേവറാണ്. അതൊന്ന് മൂത്ത് വരണം കേട്ടോ. ഗാർലിക് ഒന്ന് മൂത്ത് വരണം. ഇതിലോട്ട് കാണിക്കും. എന്ത് ചെയ്താലും ശ്രദ്ധിക്കുക, ഓവർ കുക്ക്ഡ് ആവരുത്.
അടച്ച് വെച്ച്, ഇതിപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ മൂടി വെച്ച് ഉണ്ടാക്കരുത്, അപ്പം അത് ഭയങ്കരമായിട്ട് കുക്ക്ഡായി പോവും. സ്റ്റീം ചെയ്യണമെങ്കിലും ജസ്റ്റ് ഒന്ന് ആവി വരാൻ വേണ്ടി വിടുക. ഒരുപാട് സ്റ്റീം ചെയ്താൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോന്നിട്ട് ക്രിസ്പി ആയിട്ട് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും കുറച്ച് നാരങ്ങയും കൂടെ പിഴിഞ്ഞ് വെച്ചാൽ ആ സാലഡ് അത് ഭയങ്കര ഹെൽത്തിയാണ്. പിന്നെ വേണമെങ്കിൽ ഒലിവ് ഓയിലിൽ ഉണ്ടാക്കാം. എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല, ഒലിവ് ഓയിലിൽ ഉണ്ടാക്കുന്ന അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. ഇത് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും, ആ ബട്ടറും ഗാർലിക്കും ഒക്കെ ചേർന്നിട്ടുള്ളൊരു ടേസ്റ്റ് പിള്ളേർക്ക് ഇഷ്ടപ്പെടും. നല്ല മണം വരുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പം നോക്കിയാൽ നമ്മുടെ ഗാർലിക് ഫ്രൈ അല്ലെന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഫ്രൈ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് നമുക്ക് നമ്മുടെ സവോള ഇടാം കേട്ടോ. സവോള ഞാൻ ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ചിങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. ഇനി എല്ലാം നമുക്കിടാം, ഓരോന്നോരോന്നായിട്ടിടാം. സ്വീറ്റ് കോൺ ഇടാം. മഷ്റൂം ഉണ്ടെങ്കിൽ നല്ലതാട്ടോ. എനിക്ക് മഷ്റൂം കിട്ടിയില്ല, ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്, എനിക്കും പേരയ്ക്കൊക്കെ ഇഷ്ടമാണ്. കോളിഫ്ലവർ ഇടാം, ക്യാരറ്റ് ഇടാം, ക്യാപ്സിക്കം ഇടാം, മഷ്റൂം ഇടാം. ഇതൊന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ. സ്വീറ്റ് കോൺ സ്വീറ്റ് കോൺ, കോളിഫ്ലവർ അതെല്ലാം ഒരു ഫാമിലിയിലുള്ളതാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരിക്കലും അടച്ച് വെക്കരുത് കേട്ടോ, മൂടി വെക്കാം. പെട്ടെന്ന് വേവാമെന്ന് പറഞ്ഞിട്ട് മൂടി വെക്കണ്ട. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ചിട്ടാലേ കേട്ടോ, സാലഡിനൊന്നും ഒരുപാട് ഉപ്പൊന്നും വേണ്ട. മെഴുക്ക് പുരട്ടി പോലത്തെ ഉപ്പൊന്നും സാലഡിന് വേണ്ട. കുരുമുളക്, സ്പൈസസ് എല്ലാം ഒന്നും വേണ്ട, കുരുമുളക് മാത്രം മതി. ഒരുപാട് ഇടണ്ട കുരുമുളക്. കുരുമുളകെല്ലാം ഇട്ടു. ആക്ച്വലി ഇതിൻ്റെ അത്ര ആവശ്യമേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ബ്രൊക്കോളി പച്ച കഴിക്കാം, എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വേറെക്കാണ് എപ്പോഴും ഈ ആക്ഷൻ കണ്ട എല്ലാവർക്കും ചിരി വരും കേട്ടോ. ഇറക്കി കൊടുക്കും, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള. ചൂടാണ്, നല്ല ചൂടാണ്. പാത്രം അങ്ങനത്തെ പാത്രമാണ്. എല്ലാം കൂടെ താഴെ കാലിൽ കൂടെ തള്ളി ഇടരുത്. കുറച്ച് നാരങ്ങ നീരോട് അതിൽ വയ്ക്കുക കേട്ടോ. കുറച്ച് മതിയേ, ഒരുപാടായാൽ. ബട്ടറും ഗാർലിക്കൊന്നും ഇട്ടില്ല, സ്റ്റീം ചെയ്തെടുത്തേ ഉള്ളൂ. റെഡിയാണ്. ക്യാരറ്റ് റോ ആയിട്ട് കഴിക്കാം, ബ്രൊക്കോളി റോ ആയിട്ട് കഴിക്കാം, കോളിഫ്ലവറും കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. സ്വീറ്റ് കോൺ കഴിക്കാം, സവോള കഴിക്കാം, പിന്നെ എന്താണ് കഴിച്ചുകൂടാത്തത്? ഓക്കെ, അപ്പം നമ്മുടെ ബ്രൊക്കോളി, അതായത് ബട്ടർ ഗാർലിക് ബ്രൊക്കോളി സാലഡ് റെഡി. ക്യാരറ്റ്, കോൺ, ഗാർലിക്കിൻ്റെ ഒക്കെ ടേസ്റ്റ് വേറെ തന്നെ കണ്ണ് മുഴിപ്പിക്കണം കേട്ടോ. നമ്മുടെ ബേബി ടൊമാറ്റോ ഉണ്ടല്ലോ, കുഞ്ഞ് സ്മോൾ ടൊമാറ്റോ, ചെറിയ ടൊമാറ്റോ, അതുണ്ടെങ്കിൽ ലാസ്റ്റ് അതുകൂടി ഇത് കട്ട് ചെയ്തിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ. എൻ്റെ അല്ല അതില്ല, മറ്റേ വലിയ ടൊമാറ്റോ ഇടരുത്. എന്നെ കാണുന്നുണ്ടോ അതോ വേറെ എവിടെയെങ്കിലും ആണോ ക്യാമറ ഇരിക്കുന്നത്? വലിയ ടൊമാറ്റോ ഇടരുത്, ആ ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ. അപ്പോൾ സംഭവം റെഡിയാണ്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഓഫ് ചെയ്തു നമ്മുടെ ബ്രൊക്കോളി സാലഡ് റെഡിയാണ്. ഇനി നമുക്കൊരു ഭംഗിയുള്ളൊരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇനി ഇതൊരു ഒരു ബൗളിലേക്ക് മാറ്റാം. ഒരുപാട് വെന്ത് പോരുത്, ക്രിസ്പി ആയിട്ടിരിക്കുക. ഞാൻ കോളിഫ്ലവർ ഒന്ന് വെള്ളത്തിലിട്ട് ചൂടാക്കിയിട്ട് മീൻസ് തിളപ്പിച്ച വെള്ളത്തിലിട്ടിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൽ അധികം വേവ് കോളിഫ്ലവറിലും ഇല്ല.
വേറെ മഞ്ഞപ്പൊടി ഉപ്പൊന്നും ഇടാതെ വെറുതെ ചൂടുവെള്ളത്തിൽ ഒന്ന് കോളിഫ്ലവർ ഇട്ടിട്ടെടുത്തതാണേ. ബ്രോക്കോളി സലാഡ് റെഡി. വേദയുടെ അച്ഛൻ വന്നു കേട്ടോ. ഏട്ടനാണ് വീഡിയോ എടുത്തിരുന്നത്. ചൂടാണ്, കുഴപ്പമില്ലല്ലോ, വേണ്ടേ? പക്ഷെ കുഴപ്പമുണ്ട്. അതിൽ ക്യാരറ്റെല്ലാം കൂടെ ചേർത്ത് അത്ര ചൂടില്ല. ഉണ്ടാ ചൂടില്ല, അത്രയും ഞാൻ ചൂടാക്കിയില്ല, വേവിച്ചെടുത്തില്ല. അങ്ങനെയുണ്ട് മറ്റേ റിയാക്ഷൻ ഇട്. ഇനി വേറെ ബ്രെഡ് ഹമ്മൂസൊക്കെ എടുത്ത് വെച്ചാൽ കഴിഞ്ഞ ദിവസം ലുലുവിൽ പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ടുവന്നു. അത് തീർന്നെന്ന് തോന്നുന്നു അല്ലേ? കുറച്ചേ ഉള്ളൂ, ഇനി അതേ ഉള്ളൂ. ഇത് ജിജിയിലെ ബട്ടർ ബ്രെഡാണ് കേട്ടോ. അത് ഒറ്റ ഒരു പീസായിട്ടാണ് കിട്ടുന്നത്. നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അത് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് കരുതി. നമുക്കതാണ് അത് സ്പ്രൈറ്റ് എനിക്ക് വേണമെന്ന് പറഞ്ഞു വിട്ട്. നമുക്ക് ഷുഗറൊക്കെ ഇരിക്കുന്നത് നോക്കിയേ. അത് ബട്ടർ ഇതിൽ നല്ല ബട്ടറിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. നമ്മളിനി ബട്ടർ ആഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരു പാക്കറ്റിന് 80 രൂപയുള്ളൂ കേട്ടോ. നല്ല കിടിലം ബ്രെഡാണ്. ഇതാണ് ഞാൻ ജിജി പോയി വാങ്ങുന്നത്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എടുത്താ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാമേ. കട്ട് ചെയ്ത് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. നോക്കിയേ ബട്ടറൊക്കെ ഉണ്ടോ? ബട്ടറിൻ്റെ ഇതാണതില്ല. ഇന്ന് എല്ലാവർക്കും ഇത് തന്നെയാണ് ഡിന്നർ. ഏട്ടനും ഇത് തന്നെയാണ്. അപ്പോൾ പിന്നെ ഫുള്ള് കട്ട് ചെയ്യാം. നമുക്കിവിടെ ബട്ടർ 2 ടോസ്റ്റ് ചെയ്യാമേ. ബട്ടർ ബ്രെഡ് വാങ്ങിക്കണോണ്ട് ഇങ്ങനെ ഒരു ഉപയോഗമുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ തേക്കാനും എടുക്കാനും ഒന്നും നിൽക്കണ്ട. ജസ്റ്റ് ഡയറക്റ്റ് അങ്ങ് വെച്ചാൽ മതി. മുമ്പ് കട്ട് ചെയ്ത് കിട്ടുമായിരുന്നു. ഇതിപ്പോൾ എന്ത് കട്ട് ചെയ്ത്? ഇപ്പോൾ വലിയ ബ്രെഡ്, മറ്റേത് കുഞ്ഞു ബ്രെഡായിരുന്നു. അതുകൊണ്ടായിരിക്കും, എങ്ങനെയാണെന്ന് അറിയില്ല. അച്ഛനും വേണ്ടേ? ഞാനിനി കഴിക്കില്ല കേട്ടോ. ഞാനിന്ന് ഉച്ചയ്ക്കൊക്കെ ഒരുപാട് കഴിച്ചു, വണ്ണം വെച്ചു, കയറും. ബീഫ് ഉണ്ടായിരുന്നു. 2 പൊറോട്ട രാവിലെ കഴിച്ചു. ഉച്ചയ്ക്ക് ഗീ റൈസ് കഴിച്ചു. പിന്നെ എന്തോന്ന് നമ്മൾ മറ്റേ ബീഫ് അട, കോഴിയട എന്നൊക്കെ പറഞ്ഞ സാധനം വാങ്ങിച്ചാൽ അതെല്ലാം വേണ്ട. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അത് കഴിച്ചു. എല്ലാം കൂടെ ആയപ്പോൾ എനിക്കിപ്പോൾ വയറിലൊട്ട് സ്ഥലമില്ല. ഈ സാലഡ് എന്തായാലും ബാക്കി വരും, അത് ഞാൻ നാളെ കഴിക്കും. അതാണ് എൻ്റെ ഉദ്ദേശം. ഇതിപ്പോൾ ഇത്രയൊന്നും ചിലവാവില്ല, എങ്കിലും കട്ട് ചെയ്ത് വെച്ചു. ആവശ്യമുള്ളത് എടുക്കാം, ബാക്കി നാളെ എടുക്കാം. അത് ടോസ്റ്റായിട്ട് നമ്മൾ ഹമൂസൊക്കെ വെച്ച് അവിടെ പോയാൽ ഇതും ഗാർലിക് പേസ്റ്റും മസ്റ്റായിട്ട് വാങ്ങും കേട്ടോ. ചിക്കനോടൊക്കെ മയണൈസിന് പകരം കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ് ലുലുവിലെ ഗാർലിക് പേസ്റ്റ്. നമ്മൾ അൺഹെൽത്തി ആയിട്ട് മയണൈസ് കഴിക്കുന്നതിനെക്കാട്ടി ഹെൽത്തി ആയിട്ട് നമുക്ക് അതിൽ എന്തൊക്കെ ആഡ് ആവുന്നതെന്ന് അറിയില്ല. പക്ഷേ മയണൈസിനെക്കാട്ടി ബെറ്ററാണ് ഗാർലിക് സോസ് അല്ലേ? ഗാർലിക് സോസ്. മയണൈസിന് പകരം നമുക്ക് ഹമൂസല്ലേ. ഇത് ഒരു കാര്യം സംസാരിക്കാൻ സമ്മതിക്കില്ല. എല്ലാം ഹെൽത്തിയാണ്. ഇതും നല്ലതാണ്. ഇത് മറ്റേ പീനട്ടോ കടലയൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന സാധനമാണ്. ദിയ വന്ന് ഇപ്പം വിടാമേ. ദിയ വീഡിയോ എടുത്തിട്ട് വിടാം. വാ കാണാമോള. ദിയ നമുക്ക് കിണ്ണത്തപ്പം കൊണ്ടുവന്നതാണ്. അമ്മൂമ്മ ഉണ്ടാക്കിയ ദിയയുടെ അമ്മൂമ്മ ഇവിടെ ഉണ്ട്. ആൻറ്റിയുടെ റെസിപ്പി തന്നെ. കൊള്ളാം. എൻ്റെ കണക്കിന് മധുരമില്ല. എനിക്ക് ഭയങ്കരമായിട്ട് മധുരം വേണം. ദൈവമേ, എല്ലാം കൂടി തിന്ന് ഞാനൊന്നൊരു പരിവാകും. വേദയ്ക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ആയില്ല വേദയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ദിയ കഴിച്ചാ? വേദ ഇപ്പം വിടാമേ, വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ വിടാമേ. നീ സാലഡ് കഴിക്കണ? വെജിറ്റബിൾ സാലഡ്. ബ്രെഡ് കഴിക്കണ? ടോസ്റ്റ് ചെയ്തിട്ട് ആൻറ്റി തരാം. പോയിക്കോ, നീയും പോയിക്കോ. ഞാൻ വിളിക്കാം, അതായിട്ട് വിളിക്കാം. കൊണ്ടുവച്ച് തിന്ന്. അപ്പം ഇനിയിപ്പോൾ അത് ചിലവാകില്ല കേട്ടോ. വേദ അപ്പോഴേ പറഞ്ഞു കരിയണു എന്ന്. ഞാൻ പറഞ്ഞില്ല, കരിഞ്ഞില്ല, ഒന്ന് കുറച്ച് കൂടുതൽ മൂത്തേ കണ്ടോ. ഗീയൊക്കെ ബട്ടറൊക്കെ മുകളിൽ നിൽക്കുന്നത്. ഡിന്നർ റെഡിയാണ്. ബ്രെഡ് ടോസ്റ്റ്, നമ്മുടെ സ്പെഷ്യൽ ബട്ടർ ഗാർലിക് ബ്രോക്കോളി സാലഡ്, സ്പ്രൈറ്റ്, ദെൻ ഹ്യൂമസ് എന്നാണ് ശരിക്കും പ്രൊനൗൺസ് ചെയ്യേണ്ടത് കേട്ടോ. ഹമൂസ് എന്നല്ല. ഞാനങ്ങനെ പറഞ്ഞ് എൻ്റെ കളിയാക്കിയല്ലോ എന്ന് തന്നെയാണ് ഞാൻ ഹമൂസ് അതൊക്കെ പറഞ്ഞത് കേട്ടോ. എന്തായാലും ഹ്യൂമസ് എന്നാണ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, സംഭവം എല്ലാം റെഡിയാണേ.
അപ്പോൾ കണ്ടല്ലോ, ഈസി ആയിട്ട് ബട്ടർ ഗാർലിക് എനിക്ക് പെട്ടെന്ന് വായിൽ വരുന്നില്ല കേട്ടോ, എനിക്ക് ഗാർലിക്കാണ് ആദ്യം വരുന്നത്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ കേട്ടോ. ബട്ടർ ഗാർലിക് ബ്രൊക്കോളി സാലഡ് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. ഭയങ്കര ഹെൽത്തിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, ഉറപ്പാണ്. വേദയ്ക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടും, അത് ഞാൻ ഗ്യാരണ്ടി. വേദയ്ക്ക് ഒരുമാതിരിയുള്ള ഒരു സാധനം ഇഷ്ടപ്പെടില്ല കേട്ടോ, പക്ഷേ ഇതൊക്കെ ഇഷ്ടപ്പെട്ടു. ഒരുപാട് കുക്ക് ചെയ്യരുത്. ഇപ്പോൾ സ്റ്റീം ചെയ്തെടുക്കണമെങ്കിലും ഒരുപാട് കുക്ക് ചെയ്തെടുക്കാറുണ്ട്. സ്റ്റീം ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് എടുക്കും. സെയിം മെത്തേഡിൽ ചെയ്താൽ മതി കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിരിക്കും, യമ്മി ആയിരിക്കും. ഞാൻ ഗ്യാരണ്ടി. വേദയ്ക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് മറ്റുള്ള കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. വലിയവർക്കും ഉറപ്പായിട്ടും വെയിറ്റ് ലോസ് ഒക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ, ഡയറ്റൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇത് ആഡ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡായിരിക്കും. ബട്ടർ ചേർത്തിട്ടുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുക. വേദ കേട്ടോ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ചെയ്ത് കഴിഞ്ഞ ശേഷം വേണം വേദയ്ക്ക് കളിക്കാൻ പോകാനായിട്ട്. ദിയ അമ്മ ഒക്കെ വന്ന് നിൽക്കുകയാണ്. അവർക്ക് ബ്രെഡൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പം എല്ലാവരുമായിട്ട് കളിച്ച് കഴിഞ്ഞതിന് ശേഷമൊക്കെ ഇനി കഴിക്കുള്ളൂ. ഇനി ഇവിടെ ഇരുന്ന് തണുക്കും. അവർക്ക് അപ്പം അത്യാവശ്യം കയറിയിട്ടാണ് ഞാൻ ഇപ്പോൾ അത് കുക്ക് ചെയ്തത് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടുള്ളൂ, കളിച്ചിട്ട് വന്ന് കഴിക്കാം. അപ്പോൾ എന്തായാലും കളിച്ചൊക്കെ കഴിഞ്ഞ ശേഷം അവരൊന്ന് കഴിക്കട്ടെ. നമുക്കിവിടെ വീഡിയോ എൻഡ് ചെയ്യാം. അതുവരേക്കും ടാറ്റാ, ബൈ.